പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റ് യുദ്ധവും സത്യവും നീതിയുള്ള സമാധാനത്തിൻ്റെ ദൈവവും എന്ന വിഷയത്തെപ്പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന വലിയ സംഘർഷങ്ങളെ ലോകം അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ഇസ്രയേൽ, ഗാസ പോലുള്ള മേഖലകളും ഇറാനും അതിൻ്റെ സഖ്യകക്ഷികളും ഉൾപ്പെടുന്ന പിരിമുറുക്കങ്ങളും. എല്ലായിടത്തു നിന്നും ശബ്ദങ്ങൾ ഉയരുന്നു, അഭിപ്രായങ്ങൾ പെരുകുന്നു, പ്രവചനങ്ങൾ പ്രചരിക്കുന്നു. എന്നാൽ ആഴമേറിയൊരു ചോദ്യം അവശേഷിക്കുന്നു. നാം യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണോ അതോ സമാധാനത്തിൻ്റെ വഴിയെക്കുറിച്ചാണോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? വിശ്വാസികൾ പോലും പലപ്പോഴും രാഷ്ട്രീയം, അധികാരം, മാനുഷിക യുക്തി എന്നിവയിലൂടെയാണ് യുദ്ധങ്ങളെ വിശകലനം ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ നിരന്തരം മറ്റൊരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവജനം ഊഹാപോഹങ്ങളിലേക്കല്ല, മറിച്ച് ദൈവത്തിങ്കലേക്ക് തന്നെയാണ് തിരിഞ്ഞത്. ഇവരുടെ ജീവിതങ്ങൾ പരിഗണിക്കുക. മോശ, യോശുവ, ദാവീദ് രാജാവ്, ഹിസ്കിയാവ് രാജാവ്, എസ്തർ, യൂദിത്ത്, നിനവയിലെ ജനങ്ങൾ. തങ്ങളുടെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ അവർ മാനുഷിക തന്ത്രങ്ങളിൽ മാത്രം ആശ്രയിച്ചില്ല. അവർ ദൈവാലയത്തിലേക്ക് പോകുകയും സ്വയം വിനീതരാകുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ വേരുകൾ. ബാല്യം മുതൽ നാം ലളിതമായ ഒരു സത്യം പഠിക്കുന്നു. രണ്ട് കഠിന ശക്തികൾ വഴങ്ങാൻ വിസമ്മതിക്കുമ്പോൾ കൂട്ടിയടി അനിവാര്യമാണ്. ഇതല്ലേ ഇന്നത്തെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം? യുദ്ധം ഭൂമിശാസ്ത്രത്തിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ മാത്രമല്ല ഉണ്ടാകുന്നത്. അത് ഉദിക്കുന്നത് ഇവയിൽ നിന്നാണ്. അഹംഭാവം, അനീതി, പാപം, സത്യത്തിന് കീഴ്പ്പെടാനുള്ള വിമുഖത. തിരുവെഴുത്തുകൾ കാണിച്ചു തരുന്നതുപോലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ യുദ്ധം അബ്രഹാം ലോത്തിനെ രക്ഷിച്ചത് ആധിപത്യത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള നീതിയുടെ പോരാട്ടമായിരുന്നു. വിജയം വന്നത് കേവലം ശക്തി കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ അവനോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സത്യം: ദൈവം യുദ്ധത്തിൻ്റെ ദൈവമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ തിരുവെഴുത്തുകൾ കൂടുതൽ ആഴത്തിലുള്ള ഒന്ന് വെളിപ്പെടുത്തുന്നു. ദൈവം നീതിമാനാണ്, അക്രമാസക്തനല്ല. ദൈവം ന്യായവിധിയുള്ളവനാണ്, ക്രൂരനല്ല. ദൈവം സമാധാനം ആഗ്രഹിക്കുന്നവനാണ്, യുദ്ധപ്രേമിയല്ല. യേശു ക്രിസ്തു പോലും അവിടുത്തെ വിളിച്ചത് നീതിയുള്ള പിതാവേ എന്നാണ്. യോഹന്നാൻ 17:25. ഇതുകൂടെ പരിഗണിക്കുക. ദൈവം തിരഞ്ഞെടുത്തവനായിരുന്നിട്ടും ദാവീദ് രാജാവിന് ദേവാലയം പണിയാൻ അനുവാദം ലഭിച്ചില്ല. കാരണം അവൻ്റെ കൈകൾ രക്തം ചൊരിഞ്ഞിരുന്നു. ഇതൊരു ശക്തമായ സന്ദേശമാണ്. വീണുപോയ ഈ ലോകത്ത് ദൈവം യുദ്ധങ്ങൾ അനുവദിച്ചേക്കാം, എന്നാൽ അവിടുന്ന് അവയിൽ ആനന്ദിക്കുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിനായുള്ള ഒരു മുന്നറിയിപ്പ്. ഇന്നത്തെ ലോകത്ത് അപകടകരമായ വ്യാഖ്യാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ പോലും ചിലർ തിരുവെഴുത്തുകളെ തെറ്റായി മനസ്സിലാക്കുകയും ദൈവം പക്ഷപാതമോ വിവേചനമോ കാണിക്കുന്നുവെന്ന് നിഗമനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഭാഗികമായ വായനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നല്ല. സത്യം ഇതാണ്: ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ക്ഷമയുള്ളവനാണ്, നീതിമാനാണ്, കരുണയുള്ളവനാണ്, എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് വിളിക്കുന്നവനുമാണ്. ദൈവത്തെ മനസ്സിലാക്കുവാൻ വിനയവും സമയവും അവിടുത്തെ വചനത്തിൻ്റെ ആവർത്തിച്ചുള്ള വായനയും ആവശ്യമാണ്. നമുക്ക് ഒരു ഭാഗം മനസ്സിലാകാത്തപ്പോൾ സംശയിക്കുന്നതിനേക്കാൾ നല്ലത് കാത്തിരിക്കുന്നതാണ്. കാലക്രമേണ ദൈവം തന്നെ സത്യം വെളിപ്പെടുത്തും. ഇന്ന് നാം എന്ത് ചെയ്യണം? ലോകം മുഴുവൻ ഇതിൽ മുഴുകിയിരിക്കുമ്പോൾ യുദ്ധവാർത്തകൾ, പ്രവചനങ്ങൾ, രാഷ്ട്രീയ ചേരിതിരിവുകൾ ദൈവം തൻ്റെ ജനത്തെ ഉന്നതമായ ഒന്നിലേക്ക് വിളിക്കുന്നു. ഭയമല്ല, വിശ്വാസം. ഊഹാപോഹങ്ങളല്ല,
പ്രാർത്ഥന, വിഭജനമല്ല നീതി. യഥാർത്ഥ ചോദ്യം ഇതാണ്: ആര് യുദ്ധം ജയിക്കും എന്നതല്ല, മറിച്ച് സമാധാനം വരേണ്ടതിന് ആര് ദൈവത്തിങ്കലേക്ക് തിരിയും എന്നതാണ്. യുദ്ധം ലോകത്തെ ഉലച്ചേക്കാം, എന്നാൽ ദൈവം ഇപ്പോഴും അതിനെ ഭരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സംഘർഷഭരിതമായ ലോകത്തിനു വേണ്ടി. നീതിമാനായ പിതാവേ, ഓരോ രാജ്യത്തെയും ഓരോ കണ്ണുനീരിനെയും മറഞ്ഞിരിക്കുന്ന ഓരോ അനീതിയെയും കാണുന്ന അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ വിനീത ഹൃദയത്തോടെ വരുന്നു. യുദ്ധവും ആശയക്കുഴപ്പവും ഭയവും നിറഞ്ഞ ഈ ലോകത്ത് മാനുഷിക ജ്ഞാനം ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, മോശയുടെയും ദാവീദിൻ്റെയും ഹിസ്കിയാവിൻ്റെയും നാളുകളിലെന്ന പോലെ അങ്ങയിലേക്ക് തിരിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാശത്തിലേക്ക് നയിക്കുന്ന അഹംഭാവത്തെ നിശബ്ദമാക്കണമേ. സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്ന അനീതിയെ തുറന്നു കാട്ടണമേ. നിശബ്ദരായി കഷ്ടപ്പെടുന്ന നിഷ്കളങ്കരെ സംരക്ഷിക്കണമേ. പിതാവേ, യുദ്ധത്തിൻ്റെ നിരന്തരമായ വാർത്തകൾ കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാകാൻ അനുവദിക്കരുതേ. പകരം ഞങ്ങളെ കരുണയുടെയും സത്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മനുഷ്യരാക്കി മാറ്റണമേ. അങ്ങ് നാശത്തിൽ ആനന്ദിക്കുന്ന ദൈവമല്ല, അങ്ങ് നീതിയുടെയും സമാധാനത്തിൻ്റെയും ദൈവമാണ്. മനുഷ്യരുടെ പദ്ധതികളേക്കാൾ അങ്ങയുടെ ഹിതം വിജയിക്കുമാറാകണമേ. ന്യായവിധിയേക്കാൾ അങ്ങയുടെ കരുണ ഉയർന്ന് നിൽക്കുമാറാകണമേ. ഈ ലോകത്തിൻ്റെ ഇരുണ്ട മേഖലകളിൽ അങ്ങയുടെ പ്രകാശം തെളിയട്ടെ. കർത്താവെ, അത് ഞങ്ങളിൽ നിന്ന് ആരംഭിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അഹംഭാവവും കോപവും വിഭജനവും നീക്കം ചെയ്യണമേ. ഞങ്ങളെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കണമേ. ഞങ്ങൾ സൈന്യങ്ങളിലോ അധികാരത്തിലോ ആശ്രയിക്കുന്നില്ല, അങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു. സമാധാനപ്രഭുവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. We love you all and God bless you all. Amen.